നമ്മൾ ഡൽഹിയിലേക്ക് കിടക്കുന്നു. അവിടെ സൈറൺ മുഴങ്ങിയിരിക്കുകയാണ്. മുന്നറിയിപ്പ് സൈറൺ നൽകിയിരിക്കുന്നു. എന്തൊക്കെ രീതിയിലാണ് അതിനുള്ള ഒരുക്കങ്ങൾ നടത്തേണ്ട, അടിയന്തര സാഹചര്യം എങ്ങനെ നേരിടാമെന്നാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്നുള്ള കാഴ്ചകൾ നമ്മളോട് പറയുന്നത്. നേരത്തെ തന്നെ ഏറെ സമയം മുൻപ് തന്നെ അവിടെ അത്തരത്തിൽ ഒരുക്കങ്ങൾ നടത്തി കഴിഞ്ഞിരുന്നു. 3 മണി കഴിഞ്ഞതോടുകൂടി സൈറൺ മുഴങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നതെന്ന് അറിയാം. അനൂപ് ദാസ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അനൂപിലേക്ക് വളരെ വേഗത്തിൽ വരാം. പ്രത്യേകം എടുത്തു പറയുകയാണ്, ഇതൊരു ജാഗ്രതാ മുന്നറിയിപ്പ് മാത്രമാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആക്രമണം ഇപ്പോൾ ഉണ്ടാകുമെന്നതിനനുസരിച്ചുള്ള മുന്നറിയിപ്പല്ല. നമ്മൾ കരുതിയിരിക്കുക, അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഇങ്ങനെ സൈറണുകൾ നൽകും. അതിനെ തുടർന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക എന്നത് മാത്രമാണ് ഡൽഹിയിൽ അതിനുള്ള മുന്നറിയിപ്പ്, അല്ലെങ്കിൽ ഒരു പരിശീലന തലത്തിലുള്ള മുന്നറിയിപ്പ് സൈറൺ ഇപ്പോൾ മുഴങ്ങിയിരിക്കുന്നത്. അനൂപ് ദാസ് വിവരങ്ങൾ വേണ്ട. അനൂപ്, എങ്ങനെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു? ആളുകൾ എങ്ങനെയൊക്കെ സഹകരിക്കുന്നു? ഈ സൈറൺ മുഴങ്ങിയതും അതിനുശേഷമുള്ള നടപടികൾ പൂർത്തിയായിരിക്കുകയാണ്. ഇപ്പോൾ സൈറൺ കൃത്യം 3:01 മുഴങ്ങി. ആ സമയത്ത് ഈ വലിയ കെട്ടിടത്തിന്റെ PWD കെട്ടിടത്തിന്റെ 13ാമത്തെ നിലയിലായിരുന്നു വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നത്. അതായത് സിവിൽ ഡിഫൻസ് അംഗങ്ങൾ താഴെ ഉണ്ടായിരുന്നു. അവർ പറയുന്ന കാര്യം, ഇങ്ങനെ ഒരു സൈറൺ കേട്ടാൽ ഉടനെ തന്നെ നിങ്ങൾ സമീപത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു മേശ പോലുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതിനുള്ളിലേക്ക് അതിന്റെ താഴെ ഭാഗത്തേക്ക് തലയിൽ കൈവെക്കുക, അല്ലെങ്കിൽ കയ്യിൽ എന്താണോ പ്രധാനപ്പെട്ട ഒന്ന് മറച്ച് പിടിക്കാൻ പറ്റുന്ന സാധനമുള്ളത് അത് തലയിലേക്ക് വെച്ച് കുനിഞ്ഞിരിക്കുക എന്നാണ് നൽകിയ പ്രധാനപ്പെട്ട നിർദ്ദേശം. സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് നീങ്ങുക, അതല്ലാതെ ഭയപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്ന് വിശദീകരിക്കുകയാണ് സിവിൽ ഡിഫൻസ് അംഗങ്ങൾ ചെയ്തത്. അനൂപ് ദാസാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹിയിൽ മുന്നറിയിപ്പ് സൈറൺ മുഴങ്ങി, അതിനുശേഷമുള്ള പരിശീലന പ്രവർത്തനങ്ങൾ നടക്കുന്നു. പ്രത്യേകം എടുത്തു പറയുന്നു, ഇതൊരു ജാഗ്രത അല്ലെങ്കിൽ പരിശീലനാർത്ഥം നൽകുന്ന മുന്നറിയിപ്പ് സൈറൺ മാത്രമാണ്. ഏതെങ്കിലും വിധത്തിൽ ഇപ്പോൾ ഡൽഹിയിൽ അങ്ങനെ ഒരു ആശങ്ക സൃഷ്ടിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടല്ല. ഒരു പരിശീലനം എന്ന നിലയ്ക്ക് നഗരത്തിലെ ജനങ്ങളെ ഇതിനുവേണ്ടി പ്രിപ്പയർഡ് ആക്കുക, അല്ലെങ്കിൽ അവരെ അടിയന്തര സാഹചര്യവും നേരിടാൻ പരിശീലനം നൽകുക എന്ന ഒറ്റ ലക്ഷ്യത്തിലാണ് ഈ നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുന്നത്.